വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന അതുല്യ പ്രതിഭ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ സാഹിത്യലോകത്തെ കീഴ്പ്പെടുത്തി. ലാളിത്യം, മനുഷ്യസ്നേഹം, നർമ്മം, വേദന എന്നിവയുടെ സമന്വയമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ. സംസാര ഭാഷയുടെ സൗന്ദര്യം, ആഴമുള്ള മനുഷ്യ അവബോധം. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം തന്നെ ദരിദ്രരോ സ്ത്രീകളോ പ്രണയിനികളോ ആയിരുന്നു. നർമ്മത്തിലൂടെ കടുത്ത സാമൂഹ്യ വിമർശനം ഉന്നയിച്ച വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യരംഗത്തും ഭാഷാരംഗത്തും അവിസ്മരണീയമായ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. നീണ്ട കാലത്തെ ദേശാടനം, ജയിൽവാസം, സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, സൂക്ഷ്മമായ സാമൂഹ്യ നിരീക്ഷണം ഇവയായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത്. അത് എല്ലാ കാലവും മലയാള ലോകം ആദരിക്കും. അഞ്ചാം ക്ലാസ്സിൽ മറ്റോ ആണെന്ന് തോന്നുന്നു, പാഠപുസ്തകത്തിനിടയിലെ പാത്തുമ്മയുടെ ആട് വായിക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കഥാകാരനോട് അങ്ങനെ വിട്ടുമാറാത്ത സ്നേഹമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഒരു വേനലവധി കാലത്ത് എൻ്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന കഥ എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പാത്തുമ്മയോട്, നിസാർ അഹമ്മദിനോട്, കുഞ്ഞിപ്പാത്തുമ്മയുടെ ഉമ്മയോട്, എന്നിട്ട് അതിനകത്തിലെ ആ ഒരു ചെറിയ കിളിയോട് ഒക്കെ തോന്നിയ അതിതീവ്രമായ ഒരു തരം സ്നേഹം, അത് എന്നെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താൻ്റെ കടുത്ത ആരാധികയാക്കി മാറ്റുകയായിരുന്നു. പിന്നെ എത്രയെത്ര കഥകൾ, എത്രയെത്ര കഥാപാത്രങ്ങൾ, ആനവാരി രാമൻ നായരും പൊൻകുരിശു തോമിയും, അങ്ങനെ ആരെല്ലാം. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ എന്താണ് ഞാൻ പറയുക? പ്രണാമം കഥകളുടെ രാജകുമാരന്. മലയാളത്തിൻ്റെ എന്നത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യ സംഭാവനകൾ മാത്രമല്ല മലയാളികൾക്ക് സമ്മാനിച്ചത്. അദ്ദേഹം രാഷ്ട്രത്തിന് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. ഇന്ന് നവകേരള ജനുവരി 21 അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ ഓർക്കാനായി കൂടിച്ചേരുമ്പോൾ ബഷീറിൻ്റെ പ്രശസ്തി എത്രമാത്രമാണെന്നുള്ളതാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. സ്വന്തം ജീവിത അനുഭവങ്ങളുടെ കരുത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യ നിർമ്മിതികളുടെ അടിസ്ഥാനം. ഹാസ്യം കൊണ്ട് തന്നെ അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാഹിത്യത്തിൽ തന്നെ ബഷീർ ഒരു വേറിട്ട രചനയായിരുന്നു. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിച്ചിരുന്ന ജയിൽ പുള്ളികളും വേശ്യകളും ഭിക്ഷക്കാരും സ്വവർഗാനികരാഗികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി വന്നിരുന്നു എന്നതായിരുന്നു ആ വ്യത്യാസം. കാരണം ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും അതുവരെ സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. എല്ലാ വർഷവും എൻ്റെ ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സിൽ, അതായത് സെക്കൻഡ് ഇയർ മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സിലബസ് തയ്യാറാക്കുമ്പോൾ ആദ്യത്തെ കഥ ബഷീറിൻ്റേതാണ്. ഒരു മനുഷ്യൻ എന്നാണ് ആ കഥയുടെ പേര്. ഇത്ര വർഷവും ആ കഥ ഞാൻ നിർബന്ധമായും ആ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ വർഷവും ഞാനിപ്പോൾ ആ കഥയാണ് പഠിപ്പിക്കുന്നത്. ലളിതമായി മനസ്സിലാക്കാവുന്ന ഭാഷയാണ് എന്നുള്ളതുകൊണ്ടും ബഷീർ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൻ്റെ കഥ ഹാസ്യരൂപേണ ചിത്രീകരിച്ചിരിക്കുന്നതും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ആസ്വാദ്യകരമാണ്. നവകേരള സംഘടിപ്പിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബഷീറിൻ്റെ ജന്മദിന പരിപാടികൾക്ക് മനസ്സ് നിറഞ്ഞ ആശംസയും അതിൽ ഇങ്ങനെയെങ്കിലും ഭാഗമാകാൻ കഴിഞ്ഞതിൽ കൃതജ്ഞതയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
നമ്മൾ കോഴിക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ ബഷീർ പൂവൻകോഴിയെയും 16 ഭാര്യമാരെയും കണ്ടു. നമ്മൾ 2 കുരുവികളെ കണ്ടപ്പോൾ ബഷീർ കെട്ടിയോൻ കുരുവിയെയും കെട്ടിയോള് കുരുവിയെയും കണ്ടു. കള്ളനെ ബഷീർ പല കഥകളിലും വിശേഷിപ്പിച്ചത് ആ കലാകാരൻ എന്നാണ്. ബഷീറിൻ്റെ ഒരു കഥയുടെ പേര് മൂട്ടയെ കൊല്ലാമോ. ആ കഥയിൽ മൂട്ടശല്യം കാരണം മാറിക്കിടക്കുന്ന ഭാര്യയ്ക്ക് ഒരു മൂട്ട സന്ദേശം അയക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന ബഷീറിനെ കാണാം. കഥയേത് കഥാകാരനേത് എന്ന് വേർതിരിച്ചറിയാനാകാത്ത ഒരു പ്രതിഭാസമാണ് ബഷീർ. സ്വന്തം ജീവിതം ഇത്ര സത്യസന്ധമായി വായനക്കാർക്ക് തുറന്നുകൊടുത്ത ഒരു സാഹിത്യകാരൻ ലോക സാഹിത്യത്തിൽ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ്. സ്വന്തം ഭാര്യയും സഹോദരിയും ഉമ്മയും സഹോദരനും മക്കളും കഥാപാത്രങ്ങളാകുകയും അവയിൽ പലതും മഹത്തായ സാഹിത്യകൃതികളാകുകയും അവരോടൊപ്പം പറമ്പിലെ അണ്ണാറക്കണ്ണനും ഉറുമ്പും കോഴിയും ആടും പൂച്ചയും വളരെ പ്രാധാന്യമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആശ്ചര്യം വേറെ എവിടെ കാണാൻ കഴിയും? ആലങ്കാരികമായി ഭ്രാന്ത് പിടിച്ചു എന്ന് പറയുന്ന എഴുത്തുകാരെ, ആൾക്കാരെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഭ്രാന്ത് പിടിച്ച് ചികിത്സിച്ച് ഭേദമായ ശേഷം ആ കാലത്തെക്കുറിച്ച് എഴുതാൻ ഒരാൾക്കേ കഴിയൂ. ചൊറിയാൻ നല്ല രസമാണെന്ന് എഴുതാനും ലോക സമാധാനം വരാൻ എല്ലാവർക്കും വട്ടച്ചൊറി വന്നാൽ മതിയെന്നും പറയാനും മറ്റൊരാളില്ല. എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന ഒരു പുസ്തകത്തിന് ആ കാലഘട്ടത്തിൽ പേരിടാൻ ഒരാളെ ഉണ്ടായിരുന്നു. എട്ടുകാലി മമ്മൂഞ്ഞിനെ സൃഷ്ടിക്കുമ്പോൾ ബഷീർ ഓർത്തിട്ടുണ്ടാവില്ല നമ്മളിപ്പോഴും ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന മമ്മൂഞ്ഞുകളെ പറ്റി. തന്നെപ്പോലെ പ്രകൃതിയിലെ സകല ചരാചരങ്ങളെയും സ്നേഹിക്കാൻ ബഷീറിനോളം സാധിച്ച മറ്റൊരു സാഹിത്യകാരനോ വ്യക്തിയോ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബേപ്പൂർ സുൽത്താൻ യഥാർത്ഥത്തിൽ മലയാളിയുടെ പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സുൽത്താനായിരുന്നു. ആ മനസ്സിൻ്റെ പ്രണയ സൗരഭ്യമേറ്റ് തടവറയുടെ മതിലുകൾ പോലും മാഞ്ഞുപോയിട്ടുണ്ട്. മാനവികത എഴുത്തിലും ജീവിതത്തിലും ഇത്രയും ഉയർത്തിപ്പിടിച്ച എഴുത്തുകാരൻ മലയാളത്തിൽ വേറെയില്ല. അന്ന് അതൊരു കാലമായിരുന്നു. കേശവൻ നായർക്കും സാറാമ്മയ്ക്കും സരസ്വതീ ദേവിക്കും ബഷീറിനുമൊക്കെ ഹൃദയം മലർക്കെ തുറന്നിട്ട് പ്രണയത്തിൻ്റെ അത്തരൻ ഗന്ധം നുകർന്നെടുക്കാൻ കഴിയുമായിരുന്ന കാലം. ആ പൂ നീ എന്തു ചെയ്തു? ഏതു പൂവ്? രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ആ പൂവ്. ഓ, അതോ? അതെ, അതെന്ത് ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നത് എന്തിന്? ചവിട്ടി അരച്ച് കളഞ്ഞു എന്നറിയാം. കളഞ്ഞെങ്കിലെന്ത്? ഓ, ഒന്നുമില്ല, എൻ്റെ ഹൃദയമായിരുന്നു. അങ്ങ് സ്വർഗത്തിലെ മാഗോസ്റ്റിൻ ചോട്ടിലിരുന്ന് അയാളിപ്പോഴും പാടുന്നുണ്ടായിരിക്കും. ബഷീറിൻ ശൈലിയിലുള്ള പല കഥാപാത്രങ്ങളെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്. അത് പാത്തുമ്മയുടെ ആടിലുണ്ട്, വിശ്വവിഖ്യാതമായ മൂക്കിലുണ്ട്, മതിലുകളിലുണ്ട്. പക്ഷേ മുൻപ് ബഷീറിന്റെ കഥകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരു സമ്പൂർണ്ണ കൃതികൾ എന്നുള്ള ഫോർമാറ്റിൽ ഒരു ബുക്ക് വായിക്കുന്നത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ്. അവിചാരിതമായിട്ടാണ് അവിടെ നിന്ന് എനിക്ക് ആ പുസ്തകം കിട്ടുന്നത്. ഞാൻ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കുകയും ചെയ്തു. ആ കളക്ഷനിൽ ശബ്ദങ്ങൾ എന്നെ ഒരുപാട് ടച്ച് ചെയ്തിട്ടുണ്ട്, എന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ആ കഥ, അതിൻ്റെ ഒരു ക്രാഫ്റ്റും അതിൻ്റെ ഒരു കഥാപരിസരവും എല്ലാം നമ്മളെ ഷോക്കടിപ്പിക്കുന്നത്. അതിനൊക്കെ ശേഷം പിന്നീട് ബഷീറിനധികം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഈ അടുത്ത് 1-2 വർഷങ്ങൾക്ക് മുന്നേ പ്രിയപ്പെട്ട എഴുത്തുകാരനായ എസ് ഹരീഷിന്റെ ഓഗസ്റ്റ് 17 എന്ന നോവലിലെത്തിയപ്പോൾ അതിലെ നായക കഥാപാത്രം ബഷീറാണ്. അതൊരു ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയാവുന്ന ഒരു രചനയാണ്. അതിൽ ഉന്മാദിയായ ഒരു ബഷീറുണ്ട്, നമ്മളൊന്നും ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു ബഷീർ. അദ്ദേഹം കഥാകൃത്താണ്. യഥാർത്ഥ ബഷീറിന്റെ ഒരു പതിപ്പെന്ന് വേണമെങ്കിൽ പറയാം. ആ ബഷീർ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്.
മലയാള സാഹിത്യത്തിലെ ഏറ്റവും മികച്ച രചയിതാക്കളിൽ മുൻനിരയിൽ വെക്കേണ്ട ആളാണ് ബഷീർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലളിതമായ നാട്ടുഭാഷയിലൂടെ വായനക്കാർക്ക് ഹൃദ്യമായ എഴുത്തുകാരിൽ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. വ്യാകരണവും ഭാഷാ നിയമങ്ങളും ബാധകമല്ലാത്ത എഴുത്തുരീതി വളരെ പെട്ടെന്ന് ജനകീയമായി. നിന്റെ ഉപ്പൂപ്പാക്കൊരാനേണ്ടാർന്ന്, നീ മാന്തും, പെറാറായ ആട്, പുസു, അങ്ങനെയെല്ലാം ബഷീർ കൃതികളെ മനോഹരമാക്കുന്നു. ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി ബല്യൊന്ന് എന്ന് പറഞ്ഞ മജീദിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ ബഷീർ കൃതികളെ തെളിച്ചമുള്ളതാക്കുന്നു. നിലനിന്നിരുന്ന സാഹിത്യ രീതികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ശൈലി എഴുത്തിൽ സ്വീകരിച്ചതുകൊണ്ടുകൂടിയാകണം വായനക്കാരിലേക്ക് ബഷീർ എന്ന എഴുത്തുകാരൻ പെട്ടെന്ന് വളർന്നത്. ആദ്യ കഥയായ തങ്കത്തിൽ തുടങ്ങി ഒട്ടേറെ എഴുത്തുകളിലേക്ക് പടർന്നത് ഇന്ത്യ മുഴുവൻ അലഞ്ഞുതിരിഞ്ഞു നടന്ന നാളുകൾ നൽകിയ തീക്ഷ്ണമായ അനുഭവങ്ങളുടെ പ്രതിഫലനങ്ങൾ തന്നെയാകണം. ചിരിയും ചിന്തയും ഒരുമിച്ച് എഴുത്തിൽ ചേർത്തുവെച്ച എഴുത്തുകൾക്ക് അഴകുള്ള ഓർമ്മകളാണ് എല്ലാ കാലവും. വൈക്കം മുഹമ്മദ് ബഷീർ, നമ്മളെല്ലാവരും ബഷീർ എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മലയാളത്തിലെ രണ്ടാം തലമുറ സാഹിത്യകാരന്മാരിൽ ഒരാളായിട്ടാണ് വരുന്നത്. അതായത് നമ്മളുടെ ആദ്യത്തെ തലമുറയിലെ CV രാമൻപിള്ള, ചന്തുമേനോൻ, അങ്ങനെയുള്ളവരുടെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് വന്ന തകഴി, കേശവദേവ്, അവരുടെയൊക്കെ സമകാലീനായിട്ടാണ് ബഷീർ സാഹിത്യത്തിൽ വരുന്നത്. പക്ഷേ ബഷീർ സാമ്പ്രദായികമായിട്ടുള്ള തകഴിയുടെയോ അല്ലെങ്കിൽ കേശവദേവിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഉള്ള സാഹിത്യകാരന്മാരുടെയോ പോലെ ആ ഒരു മോൾഡിൽ അല്ല ബഷീർ പിന്നീട് എഴുതിയത്. ശരിക്കും പറഞ്ഞില്ലെങ്കിൽ ബഷീറിനെ നമ്മൾ വിശേഷിപ്പിക്കുകയാണെങ്കിൽ ബഷീർ ഒരു മൗലികമായിട്ടുള്ള എഴുത്തിൻ്റെ അല്ലെങ്കിൽ രചനയുടെ ഉടമയായിരുന്നു. യുണീക്ക് എന്ന് നമ്മൾ വേണമെങ്കിൽ പറയാം, ഇംഗ്ലീഷിൽ പറയുമ്പോൾ. അങ്ങനെയുള്ളൊരു പ്രതിഭാസമായിരുന്നു ബഷീർ. ഒരുപാട് നാളത്തെ ഒരു അനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ബഷീർ. അത് ബഷീറിൻ്റെ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. കാരണം 5ാം ഫോറത്തിൽ പഠിക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷണനായി ഉപ്പ് സത്യാഗ്രഹത്തിനായിട്ട് കോഴിക്കോട്ടേക്ക് വണ്ടി കയറിപ്പോയ ആ ലെവലിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു ബഷീർ. അത് കഴിഞ്ഞ് വളരെ വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ സമരത്തിൽ പങ്കെടുത്തു. ഭഗത് സിംഗിൻ്റെയൊക്കെ അനുയായിയായിട്ട് അദ്ദേഹം ഒരു ഭീകര പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടു. ഒരുപാട് നാൾ ജയിലിൽ കിടന്നിട്ട് പിന്നെ ഒളിവിൽ പോകേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഒരു ലോക സഞ്ചാരിയായിട്ട് ഏതാണ്ട് 10 വർഷക്കാലത്തെ ഒരു അജ്ഞാതവാസം ഉണ്ടായിരുന്നു. ആ ഒരു കാലം ഉണ്ടായിരുന്നു ബഷീറിന്. ഇതിൽ നിന്നൊക്കെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ പ്രശസ്തമായിട്ടുള്ള ബാല്യകാലസഖി, ഒരുപക്ഷെ കവിതയിൽ രമണനൊക്കെ ഉള്ളൊരു സ്ഥാനമാണ് സാഹിത്യത്തിലെ നോവലിൽ ബാല്യകാലസഖിക്കുള്ള അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവലായിരുന്നു. അതുപോലെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ദേശമുണ്ട്, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ, അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ദേശമുണ്ട്. കുറേ കഥാപാത്രങ്ങളുമൊക്കെ ആയിട്ട് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള എട്ടുകാലി മമ്മൂഞ്ഞ്, ഉണ്ടക്കണ്ണൻ പോക്കർ, അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആ ശൈലി, നമ്മൾ സിനിമയിലൊക്കെ ഒരു ഭരതൻ ടച്ച് എന്നൊക്കെ പറയുന്ന പോലെ എഴുത്തിലൊരു ബഷീർ ശൈലി, ആർക്കും അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ശൈലി. ബഷീർ ഉണ്ടാക്കിയിട്ടുള്ള ചില വാക്കുകൾ തന്നെയുണ്ട്. ഇപ്പോൾ ബഡ്കൂസ് എന്ന് പറഞ്ഞൊരു വാക്ക് ബഷീർ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഹുംദ്രപ്പി ബുസാട്ടോ, ഇതൊക്കെ എന്താണെന്നുള്ളത് ആ പുസ്തകം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ബഷീറിനെ പറ്റി അങ്ങനെ ഒരുപാട് നമുക്ക് സംസാരിക്കാൻ പറ്റും. കാരണം അത്തരത്തിലുള്ള ഒരാൾ അതിനു മുമ്പോ പിന്നീടോ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടില്ല. ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകത്തിൽ ഈ പാറ്റ, പുഴു, പഴുതാര അങ്ങനെയുള്ള ജീവികൾക്ക് പോലും കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്നാണ് ബഷീർ പറഞ്ഞു വയ്ക്കുന്നത്. അത്രയും ആ രീതിയിലുള്ള ഒരു ഫിലോസഫി ആയിരുന്നു ബഷീറിൻ്റെ. അപ്പം അങ്ങനെ
അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ, അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള പുസ്തകങ്ങൾ, ഇതെല്ലാം മൗലികമാണ്, എത്രയോ കാലം നിലനിൽക്കുന്നതാണ്. മാജിക്കൽ റിയലിസം എന്ന് പറയുന്നതൊക്കെ നമ്മൾ 70കളിലൊക്കെ കേൾക്കുന്നതിന് എത്രയോ മുമ്പ് അദ്ദേഹം മാന്ത്രിക പൂച്ച, ശബ്ദങ്ങൾ, മതിലുകൾ അതുപോലുള്ള പുസ്തകങ്ങൾ എഴുതി. ഈ ശബ്ദങ്ങളൊക്കെ അന്ന് എഴുതിയ കാലത്ത് അത് നിരോധിക്കപ്പെട്ടതാണ്. ആ പുസ്തകം അശ്ലീലം പറഞ്ഞിട്ട്, അശ്ലീലം ആരോപിച്ചിട്ട്. അപ്പം അങ്ങനെ ആർക്കും അനുകരിക്കാൻ പറ്റാത്ത ഒരു ശൈലിയും രചനാ രീതിയും ഉണ്ടായിരുന്ന, മലയാളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മഹാസാഹിത്യകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഒരു തമാശ പറയുന്നത്, അദ്ദേഹത്തിന് എല്ലാം തമാശയായിരുന്നു, ജീവിതം മൊത്തം തമാശയായിരുന്നു. ആ താമ്രപത്രം കൊണ്ട് ഞാൻ ആ പറമ്പിൽ വന്ന കുറുക്കനെ എറിഞ്ഞു എന്നൊക്കെയാണ് ബഷീർ ഒരിക്കൽ പറഞ്ഞിരുന്നത് ഒരു സംഭാഷണത്തിൽ. അപ്പം അതൊക്കെയാണ് എല്ലാത്തിലും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഫിലോസഫി തന്നെ വേറെ രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരു ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അത്രയ്ക്കും വേറിട്ട രീതിയിൽ ചിന്തിച്ചിരുന്ന, എഴുതിയിരുന്ന ബഷീറിൻ്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർത്തുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഞാൻ. നന്ദി, നമസ്കാരം. ഞാൻ മരിച്ചുപോയ എന്നെ ഓർക്കുമോ? പ്രിയപ്പെട്ട നാരായണി, മരണത്തെപ്പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആരെപ്പോ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത്. അല്ല, ഞാനായിരിക്കും. എന്നെ ഓർക്കുമോ? ഓർക്കും. എങ്ങനെ? എന്റെ ദൈവമേ, അങ്ങനെ എങ്ങനെ ഓർക്കും? അങ്ങനെ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല, എങ്ങനെ ഓർക്കും? നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുണ്ട്.